ഹലോ, എല്ലാ കൂട്ടുകാർക്കും വിദ്യാ പ്ലസിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ 3ാമത്തെ പാർട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഭാഗം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ പാർട്ട് കാണാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്, ഷെയർ ചെയ്യാനും അതേപോലെ ലൈക്കും കമൻറ്റും തീരെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ നെക്സ്റ്റ് അടുത്ത് എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആറ്റത്തിൻ്റെ ഒരു ക്രമീകരണം നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഏതായിരുന്നു, എങ്ങനെയായിരുന്നു നമ്പർ കൊടുത്തിരുന്നത്, 1 2 3 അല്ലേ, ഓർമ്മയുണ്ടല്ലോ. ഇതാണല്ലേ 1 2 3 എന്നിങ്ങനെയായിരുന്നു ക്രമീകരണം കൊടുത്തിരുന്നത്. ഏതൊക്കെയായിരുന്നു അതിന് യഥാക്രമം, എങ്ങനെയായിരുന്നു ഊർജ്ജനിലയ്ക്ക് അനുസരിച്ച് അതിന് പേര് കൊടുത്തത്, K L M N O എന്നായിരുന്നു പേര് കൊടുത്തിരുന്നത് അല്ലേ. അപ്പൊ നോക്കിയാലോ, കണത്തിന്റെ പേരെന്താണ്, പ്രോട്ടോൺ ആണ് അല്ലേ. കണത്തിന്റെ പേരെന്താണ്, പ്രോട്ടോൺ ആണ്. എടാ പ്രോട്ടോൺ എവിടെയാണ് കാണപ്പെടുന്നത്, ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് കാണപ്പെടുന്നത് കേട്ടോ. അപ്പൊ മൊത്തം എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ന്യൂക്ലിയസ് നിങ്ങൾ മനസ്സിലാക്കുക. ന്യൂക്ലിയസിന്റെ എവിടെയാണ് കാണുന്നത്, ഉൾഭാഗത്താണ് കേട്ടോ, ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് കാണുന്നത്. ചാർജ് എന്ന് പറയുന്നത് ഏതാണ്, പോസിറ്റീവ് ചാർജ് ആണ് കേട്ടോ. ചാർജ് എന്ന് പറയുന്നത് ഏതാണ്, പോസിറ്റീവ് ചാർജ് ആണ്. നെക്സ്റ്റ് അടുത്ത് ഏതാണ്, ഇലക്ട്രോൺ ആണ്. എവിടെ കാണപ്പെടുന്നു, ന്യൂക്ലിയസിന് പുറത്ത് കാണപ്പെടുന്നു കേട്ടോ. ന്യൂക്ലിയസിന് എവിടെയാണ് കാണപ്പെടുന്നത്, പുറത്ത്, അല്ലെങ്കിൽ ന്യൂക്ലിയസിന് പുറത്താണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് അടുത്ത ചാർജ് എന്ന് പറയുന്നത്, ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്, നെഗറ്റീവ് ചാർജ് ആണ് കേട്ടോ. ഏതാണ്, നെഗറ്റീവ് ചാർജ് ആണ്. നെക്സ്റ്റ് പ്രോട്ടോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്. നെക്സ്റ്റ് അടുത്ത് ആരാടാ, ന്യൂട്രോൺ ആണ് അല്ലേ. നിങ്ങൾക്ക് അറിയാം ആരാണ്, ന്യൂട്രോൺ ആണ് കേട്ടോ. പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ ആണ് അല്ലേ. എവിടെ കാണപ്പെടുന്നത്, ന്യൂക്ലിയസിനാണ്. ചാർജ് എന്താണ്, നോ ചാർജ് ആണ് അല്ലേ. പ്രത്യേകിച്ച് ചാർജ് എന്തെങ്കിലും ഉണ്ടോ, ഒരു ചാർജും ഇല്ല. ഇനി അതിന്റെ മാസ് തന്നിട്ടുണ്ട് കേട്ടോ. പ്രോട്ടോണിന്റെ മാസ് എത്രയാണ്, 1.00727 ആണ് കേട്ടോ. നെക്സ്റ്റ് അടുത്ത ഇലക്ട്രോണിന്റെ എത്രയാണ്, 0.0005448 ആണ് കേട്ടോ. നെക്സ്റ്റ് ന്യൂട്രോണിൻ്റെ എത്രയാണ്, 1.00866 യൂണിറ്റ് ആണ് അല്ലേ. ഇനി നെക്സ്റ്റ് അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ആറ്റങ്ങളുടെ മാസ് പ്രസ്താവിക്കുന്ന യൂണിറ്റ് ആണ് യൂണിഫൈഡ് ആറ്റോമിക് മാസ് യൂണിറ്റ്, അല്ലെങ്കിൽ യു എന്നറിയപ്പെടുന്നത് കേട്ടോ. നമ്മുടെ ഓരോ ആറ്റത്തിൻ്റെയും മാസ് പ്രസ്താവിക്കുന്ന യൂണിറ്റ് ആണ് അത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് അടുത്ത പേജിലോട്ട് പോയാലോ. അടുത്ത പേജിൽ എന്താ പറയുന്നത് നോക്കിയാലോ. ഒരു ഇലക്ട്രോണിൻ്റെ മാസ് പ്രോട്ടോണിൻ്റെ മാസിൻ്റെ 1/, എത്രയാണ്, 1837 ഭാഗമാണ്. ജസ്റ്റ് അതൊന്ന് ശ്രദ്ധിക്കണേ. ഒരു ഇലക്ട്രോണിന്റെ മാസം എന്ന് പറയുന്നത് പ്രോട്ടോണിന്റെ എത്രയാണ്, ഇത് ജസ്റ്റ് ഒന്ന് അടിവരയിട്ട് വെക്കുക കേട്ടോ. അടുത്തത്, വിവിധ ആറ്റം മാതൃകകൾ നിങ്ങൾ പരിചയപ്പെട്ടു കഴിഞ്ഞല്ലോ. രസതന്ത്രത്തിലെ പല ആശയങ്ങളും ലളിതമായിട്ടാണ് അവതരിപ്പിച്ചേക്കുന്നതൊക്കെ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് അടുത്ത് നമുക്ക് നോക്കാം. ഇവയെക്കുറിച്ച് കൂടുതൽ നമുക്ക് ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പോൾ ഉയർന്ന ക്ലാസ്സുകളിൽ പ്ലസ് 1 ഒരുപാട് പഠിക്കാനുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ ജെ തോംസനെ കുറിച്ച് 2 പ്രസ്താവനകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കുറച്ച് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടതെന്നാണ് പറയുന്നത് കേട്ടോ. ഏതൊക്കെയാണ് ജെ തോംസനുമായി ബന്ധപ്പെട്ട, ഏതാണ്, ഇലക്ട്രോൺ ഉണ്ട്. പിന്നെ ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണ്, ജെ തോംസൺ ആണ്. പ്ലം പുട്ടിംഗ് മാതൃക അവതരിപ്പിച്ചതും ആര് തന്നെയാണ്, ജെ തോംസൺ ആണ് കേട്ടോ. നെക്സ്റ്റ് അടുത്ത് നോക്കിയാലോ, ആറ്റോമിക് നമ്പറും മാസ് നമ്പറും. നെക്സ്റ്റ് അടുത്ത് നമ്മൾ ഏതാ പറയുന്നത്, ആറ്റോമിക് നമ്പറും മാസ് നമ്പറുമാണ് കേട്ടോ. എടാ ഇനി അങ്ങോട്ടെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചെയ്തത്, കൂടുതൽ കാണലുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് ആറ്റോമിക് നമ്പർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, പ്രോട്ടോണിന്റെ എണ്ണവും ഇലക്ട്രോണിന്റെ എണ്ണവുമാണ് കേട്ടോ. പ്രോട്ടോണിന്റെയും അതേപോലെ എന്താണ്, ഇലക്ട്രോണിന്റെ എണ്ണവുമാണ് എന്തെന്ന് പറയുന്നത്, ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത് കേട്ടോ. ജസ്റ്റ് ഞാനിവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം കേട്ടോ. എം ജി എന്ന് വെച്ചാൽ ആരാണ്, നമ്മുടെ മഗ്നീഷ്യം ആണ് കേട്ടോ. എം ജി എന്ന് വെച്ചാൽ ആരാണ്, മഗ്നീഷ്യം ആണ്. അപ്പം എം ജിയുടെ Mg12 എന്ന് കൊടുത്തേക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ 12 എന്ന് പറയുന്നത് ആറ്റോമിക നമ്പറാണ് കേട്ടോ. 12 എന്ന് പറയുന്നത് എന്ത് നമ്പറാണ്, ആറ്റോമിക നമ്പറാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ തരിക എങ്ങനെയായിരിക്കും, Mg12 എന്ന് തന്നിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഇതിൻ്റെ പ്രോട്ടോണിൻ്റെ എണ്ണവും ഇലക്ട്രോണിൻ്റെ എണ്ണവും എടുത്തെഴുതുക. പ്രോട്ടോണിൻ്റെ എണ്ണവും അതേപോലെ എന്താണ്, ഇലക്ട്രോണുകളുടെ എണ്ണവും എടുത്തെഴുതുക. ചോദിച്ചാൽ എത്രയാണ്, പ്രോട്ടോണിന്റെ എണ്ണം എത്രയാണ്, 12 ആണ്. ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണ്, അതും 12 തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താ നോക്കിയാലോ. ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ കണങ്ങൾ ഏതൊക്കെയാണ് ന്യൂക്ലിയസിലുള്ള കണങ്ങൾ ഏതൊക്കെയാണ്, പറഞ്ഞേടാ ആരൊക്കെയാണ് ന്യൂക്ലിയസിൽ, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ആരാണ്, പ്രോട്ടോൺ ഉണ്ട്. പിന്നെ ആരാളുള്ളത്, പ്രോട്ടോണും പിന്നെ ആരാണ്, ന്യൂട്രോണും ഉണ്ട് കേട്ടോ. പ്രോട്ടോണും ഉണ്ട്, പിന്നെ ആരാണ്, ന്യൂട്രോണും ഉണ്ട്. നിങ്ങൾക്ക് അറിയാലോ, നേരത്തെ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെ മാസ് നമ്പർ എന്ന് വിളിക്കുന്നു. ആകെ എണ്ണത്തിന് നമ്മൾ എന്താ വിളിക്കുന്നത്, ആരൊക്കെ എണ്ണത്തിനാണ്, പ്രോട്ടോൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാസ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്, പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസ് എന്താണ്, ന്യൂട്രോണുകളുടെ എണ്ണമാണ് എന്ത് നമ്പർ എന്ന് പറയുന്നത്, മാസ് നമ്പർ എന്ന് പറയുന്നത് കേട്ടോ.
പിന്നെന്താണ്, ആറ്റോമിക നമ്പറിനോട് കൂടി ന്യൂട്രോണുകളുടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ ആരെ കിട്ടും? മാസ് നമ്പർ കിട്ടും കേട്ടോ. ഇതിന് കുറച്ച് പ്രോബ്ലംസ് അടുത്ത് വരുന്നുണ്ട്, അപ്പം നമുക്ക് ഗ്രാൻഡ് ആയിട്ട് പറയാം കേട്ടോ. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ആറ്റോമിക നമ്പർ എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ മക്കളെ. നെക്സ്റ്റ് അടുത്ത എന്താണ്, മാസ് നമ്പർ എന്ന് വെച്ചാൽ എന്താണ്? പ്രോട്ടോണുകളുടെ എണ്ണത്തോടു കൂടി ന്യൂട്രോണുകളുടെ എണ്ണം കൂട്ടുന്നതാണ് എന്ത് നമ്പർ? മാസ് നമ്പർ എന്ന് പറയുന്നത് അല്ലേ. ഒന്നെങ്കിൽ പ്രോട്ടോണിന്റെ എണ്ണത്തോട് കൂട്ടാം, അല്ലെങ്കിൽ ആറ്റോമിക് നമ്പറിന്റെ എണ്ണത്തോട് കൂടി ന്യൂട്രോണുകളുടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മാസ് നമ്പർ കിട്ടും കേട്ടോ. നെക്സ്റ്റ് അടുത്ത് എന്താണ് ചോദിച്ചിരിക്കുന്നത് നോക്കിയാലോ. അതവിടെ കൊടുത്തിട്ടുണ്ട്. 2 പ്രോട്ടോണുകളും 2 ന്യൂട്രോണുകളുമുള്ള ഒരാറ്റത്തിന്റെ മാസ് നമ്പർ എത്ര? എങ്ങനെ കണ്ടുപിടിക്കുന്നത്? പ്രോട്ടോണിന്റെ എണ്ണം പ്ലസ് എന്ത് ചെയ്താൽ മതി? ന്യൂട്രോണിന്റെ എണ്ണം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ മാസ് നമ്പർ എത്രയായിരിക്കും? 4 ആയിരിക്കും അല്ലേ. മാസ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ് കേട്ടോ. ഇനി അടുത്തത് ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ. അപ്പോൾ ചില ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, ന്യൂട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക നമ്പറോ അല്ലെങ്കിൽ പ്രോട്ടോണുകളുടെ എണ്ണമോ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒന്ന് കുറച്ചാൽ മതി കേട്ടോ. അത് വിഷയമല്ല, നമുക്ക് താഴോട്ട് വരുന്നുണ്ട്, നമ്മൾ പറഞ്ഞു പോകാം കേട്ടോ. ഒരു ആറ്റത്തിന്റെ പ്രതീകം ഉപയോഗിച്ച് പ്രതിനിധാനം ചെയ്യുമ്പോൾ പ്രതീകത്തിന്റെ ഇടത് ഭാഗത്ത് മുകളിലും താഴെയുമായിട്ട് യഥാക്രമം മാസ് നമ്പറും ആറ്റോമിക് നമ്പറും ക്രമീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി ഞാൻ പറയുന്ന കാര്യം നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോണേ. അപ്പം ഞാൻ ഇവിടെ Cl എന്ന് വെച്ചാൽ നമ്മുടെ ക്ലോറിൻ ആണ് കേട്ടോ. Cl എന്ന് വെച്ചാൽ ആരാണ്? ക്ലോറിൻ ആണ്. ക്ലോറിന്റെ ഇടത് ഭാഗത്ത് അടിഭാഗത്തായിട്ട് ഞാൻ എഴുതുന്ന ആളാണ് ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് കേട്ടോ. ആരാണ്? ആറ്റോമിക് നമ്പർ. ഇനി മുകൾ ഭാഗത്ത് ഞാൻ എഴുതുന്ന ആളാണ് മാസ് നമ്പർ എന്ന് പറയുന്നത് കേട്ടോ. മുകൾ ഭാഗത്ത് ഞാൻ എഴുതുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? മാസ് നമ്പർ. അപ്പൊ നിങ്ങളത് മറന്ന ആറ്റോമിക് നമ്പറും മാസ് നമ്പറും നിങ്ങൾക്ക് എപ്പോഴും മാറിപ്പോകും കേട്ടോ. അത് മാറിപ്പോവാണ്ടിരിക്കാൻ ഇങ്ങനെ ആലോചിച്ചാൽ മതി. മാസ് ആയിട്ടിരിക്കുന്ന ആള് മുകളിലായിരിക്കും അല്ലെ. മാസാന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ മാസ് ആയിട്ടിരിക്കുന്ന ആൾ എവിടെയായിരിക്കും? മുകളിലായിരിക്കും അല്ലെ. മാസ് ആയിട്ടിരിക്കുന്ന ആൾ എവിടെയായിരിക്കും? മുകളിലായിരിക്കും. എടാ ഇനി നമുക്ക് നോക്കിയാലോ. ഇവിടെ ഒരു ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. ക്ലോറിൻ, കാൽസ്യം എന്നീ ആറ്റങ്ങളിലെ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എന്നിവയുടെ എണ്ണം കണ്ടെത്തുക. സിമ്പിൾ ആണ് കേട്ടോ. എടാ അവിടെ പ്രോട്ടോണിന്റെ എണ്ണം എത്രയാണെന്ന് പറഞ്ഞേ. നിങ്ങൾ തന്നെ പറയണേ. പ്രോട്ടോണിന്റെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? ആറ്റോമിക് നമ്പർ എത്രയാണോ അത് തന്നെയാണ് പ്രോട്ടോണിന്റെ എണ്ണം. അപ്പൊ പ്രോട്ടോണിന്റെ എണ്ണം എത്രയാണ്? 17 ആണ് അല്ലേ. ഇടത് സൈഡിൽ ഇവിടെ താഴെ കിടപ്പില്ലേ. ഓക്കെ. ഇനി ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണ്? അതും 17 ആണ് അല്ലേ. ഇനി ന്യൂട്രോണിന്റെ എണ്ണം കാണാൻ എന്ത് ചെയ്താൽ മതി? മാസ് നമ്പറിൽ നിന്ന് എന്ത് കുറച്ചാൽ മതിയടാ? മാസ് നമ്പറിൽ നിന്ന് നമ്മുടെ എന്ത് കുറയ്ക്കണം? ആറ്റോമിക് നമ്പർ കുറച്ചാൽ മതി അല്ലേ. ഇവിടെ മാസ് നമ്പർ എത്രയാടാ? 35. മുകളിൽ കിടക്കുന്നത് 35 ആണ്. 35ൽ നിന്ന് എത്ര കുറയ്ക്കുക? 17 അങ്ങോട്ട് കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ 35ൽ നിന്ന് 17 കുറച്ചാൽ എത്രയാണെന്ന് നോക്കിക്കേ. നിങ്ങളൊന്ന് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം? കമന്റ് ചെയ്യണം കേട്ടോ. 35ൽ നിന്ന് എത്ര കുറയ്ക്കുക? 17 കുറയ്ക്കുക. കുറച്ച് കാണിക്കണോ? 35 മൈനസ് 17. അപ്പോൾ പോവോ? 5ൽ നിന്ന് 7 പോവോ? ഇല്ല അല്ലേ. അപ്പം ഇവിടെ നിന്ന് ഒന്ന് ഇങ്ങോട്ട് കട്ടെടുക്കുക. അപ്പൊ എത്രയായി? 15 മൈനസ് 7 ആണ് കേട്ടോ. അപ്പൊ എത്രയാണ്? 15 മൈനസ് 7 എന്ന് പറയുമ്പോൾ എത്ര വരും? 7നോട് എത്ര കൂട്ടിയാലോ 15 കിട്ടുകയെന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ. 8, 9, 10 അല്ലേ. 5ഉം. അപ്പൊ എത്രയാണ്? 8 അല്ലേ. അപ്പൊ ഇവിടെ എത്ര വരും? 2 മൈനസ് ഇവിടെ ഒന്ന് അങ്ങോട്ട് കടയെടുത്തോണ്ട് ഇവിടെ എത്രയായിട്ട് മാറി? 2 ആയിട്ട് മാറി അല്ലേ. 2 മൈനസ് 1 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ് അല്ലേ. അപ്പൊ എത്ര ആൻസർ വരുന്നത്? 18 എന്ന് ആൻസർ കിട്ടും കേട്ടോ. എത്ര ആൻസർ കിട്ടുന്നത്? 18. നെക്സ്റ്റ് അടുത്ത് നോക്കിയാലോ. നെക്സ്റ്റ് അടുത്ത് എന്താടാ? അടുത്തത് കാൽസ്യത്തിന്റെ എക്സാമ്പിൾ കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞേ. പ്രോട്ടോണിന്റെ എണ്ണം എത്രയാണ്? 20 ആണ്. ഇലക്ട്രോണിന്റെ എണ്ണം വീണ്ടും 20 ആണ്. നെക്സ്റ്റ് അടുത്ത് എന്താ കണ്ടുപിടിക്കുന്നത്? ന്യൂട്രോൺ ആണ് അല്ലെ. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? മാസ് നമ്പർ 40 ആണ് അല്ലെ. മുകളിൽ കിടക്കുന്ന മാസ് നമ്പർ ആണ്. മാസ് നമ്പർ എന്ന് 4 കുറച്ചാൽ മതി. ആറ്റോമിക് നമ്പർ കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 20 എന്ന് കിട്ടും കേട്ടോ. ശരിയല്ലേ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി കേട്ടോ. പിടികിട്ടാവുന്നതേ ഉള്ളൂ. ഇനി ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ടേബിൾ നമുക്ക് പെട്ടെന്ന് പൂരിപ്പിച്ച് പോയാലോ. ആദ്യം ആറ്റോമിക് നമ്പറാണ് കേട്ടോ. എത്രയാണ് ആറ്റോമിക് നമ്പർ? ആറ്റോമിക് നമ്പർ 1 ആണ് കേട്ടോ. ഒന്നാമത്തെ നിങ്ങൾ സ്വന്തം പൂരിപ്പിക്കുക. ബാക്കി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒന്നവിടെ കിടന്നോട്ടെ. ബാക്കി ഒന്നാമത്തെ നിങ്ങൾ സ്വന്തം പൂരിപ്പിക്കണം കേട്ടോ. നെക്സ്റ്റ് അടുത്തതിൻ്റെ ലിഥിയമാണ്. ലിഥിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 3 ആണ്. മാസ് നമ്പർ എത്രയാണ്? 7 ആണ്. പ്രോട്ടോൺ എത്രയാടാ? 3. ന്യൂട്രോണിൻ്റെ എണ്ണം എത്രയാണ്? 7 മൈനസ് 3. ഇങ്ങനെ തന്നെ എഴുതണേ. 7 മൈനസ് 3 തന്നെ എഴുതണം കേട്ടോ. 7ൽ നിന്ന് 3 കുറച്ചാൽ എത്രയാണ്? എത്രയാണ്? 4 ആണ് കേട്ടോ. 4 കിട്ടുമല്ലോ. നെക്സ്റ്റ് അടുത്ത് പറഞ്ഞേടാ. അടുത്ത എങ്ങനെ വരും? ആറ്റോമിക് നമ്പർ എത്രയാണ്? 8. മാസ് നമ്പർ 16. ഓക്സിജൻ ആണ് അല്ലേ. പിന്നെ പ്രോട്ടോണിൻ്റെ എണ്ണം എത്രയാണ്? വീണ്ടും 8.
അല്ലേ? ശരിയല്ലേ? ഇതാട്ടോ എത്രയാണോ അറ്റോമിക് നമ്പർ അത് തന്നെയാണല്ലോ പ്രോട്ടോണിൻ്റെ എണ്ണം. ഇലക്ട്രോണിൻ്റെ എണ്ണവും 8. നെക്സ്റ്റ് അടുത്ത് എങ്ങനെ കാണും? 16 മൈനസ് 8 എന്ന് എഴുതാൽ മതി അല്ലേ? 16 മൈനസ് 8 എത്രയാണ് വരുന്നത്? 8 തന്നെയാണ് വരുന്നത് അല്ലേ? നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേടാ എൻ എന്ന് വെച്ചാൽ ആരാണ്? സോഡിയം ആണ് കേട്ടോ. സോഡിയം എങ്ങനെ വരും? അറ്റോമിക് നമ്പർ 11 ആണ്. പിന്നെ മാസ് നമ്പർ എത്രയാടാ? 23 ആണ്. പ്രോട്ടോൺ 11, ഇലക്ട്രോൺ 11. മറ്റേത് എങ്ങനെ കാണും? ന്യൂട്രോണിൻ്റെ എണ്ണം 23 മൈനസ് 11 എത്രയാണ്? 3-ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 2, 2-ൽ നിന്ന് 1 പോയാൽ 1 അല്ലേ? അപ്പോൾ 12 എന്ന് വരും. നെക്സ്റ്റ് അടുത്ത് നോക്കിയാലോ നിയോൺ എങ്ങനെയാടാ? അറ്റോമിക് നമ്പർ 10 ആണ് അല്ലേ? അറ്റോമിക് നമ്പർ എത്രയാണ്? 10 ആണ്. മാസ് നമ്പർ എത്രയാണ്? 20 ആണ് അല്ലേ? മാസ് നമ്പർ എത്രയാണ്? 20 ആണ്. ഇനി പ്രോട്ടോണിൻ്റെ എണ്ണം 10 ശരിയല്ലേടാ? ഇനി എങ്ങനെ കാണും? 20 മൈനസ് 10 എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ് കേട്ടോ. നെക്സ്റ്റ് അടുത്ത് പറഞ്ഞ എത്രയാണ്? അറ്റോമിക് നമ്പർ 22, മാസ് നമ്പർ 48. നെക്സ്റ്റ് പ്രോട്ടോണിൻ്റെ എണ്ണം എത്രയാടാ? 22. 22. പിന്നെ എത്രയാണ്? 48 മൈനസ് 22. 8-ൽ നിന്ന് 2 പോയാൽ 6, 4-ൽ നിന്ന് 2 പോയാൽ എത്രയാണ്? 2. അപ്പോൾ 26 എന്ന് വരും. ബാക്കി നിങ്ങൾ സ്വന്തം ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് കിട്ടുന്നതേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. നെക്സ്റ്റ് അടുത്ത പേജിലോട്ട് പോയാലോ? ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ബോർ ആറ്റം മാതൃക അനുസരിച്ച് ഇലക്ട്രോൺ എവിടെയാണ് കാണപ്പെടുന്നത്? എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ ന്യൂക്ലിയസിന് പുറത്തായിട്ട് അല്ലെങ്കിൽ ഷെല്ലുകളിലാണ് കാണപ്പെടുന്നത് കേട്ടോ. എന്തിലാണ് കാണപ്പെടുന്നത്? ഷെല്ലുകളിലാണ് കാണപ്പെടുന്നത്. ന്യൂക്ലിയസിന് പുറത്ത് ഷെല്ലിൽ കാണപ്പെടുന്നു കേട്ടോ. ഷെല്ലിലാണ് കാണപ്പെടുന്നത്. 1, 2, 3, 4 എന്നീ ഊർജ്ജങ്ങൾ യഥാക്രമം ഏതെല്ലാം പ്രതീകങ്ങളാണ് നൽകിയിരിക്കുന്നത്? 1-ന് ഏതാണ് പ്രതീകം നൽകിയിരിക്കുന്നത്? K ആണ്. ഇനി 2 ആണെങ്കിൽ ഏതാണ്? L ആണ്. 3 ആയിട്ട് ഏതാ? M ആണ്. 4 ആയിട്ട് ഏതാണ്? N ആണ് കേട്ടോ. നെക്സ്റ്റ് അടുത്ത് എന്താണ്? ഒരു ആറ്റത്തിന്റെ ഇലക്ട്രോണുകൾ വിവിധ ഓർബിറ്റുകളിൽ ക്രമീകരിക്കപ്പെടുന്നത് ചില നിയമങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് എന്നാ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് അടുത്ത് നോക്കിയാലോ? ഏതൊരു ഓർബിറ്റിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഏതാണ്? 2n² ആണ് കേട്ടോ. ഏതാണ്? 2n² ആണ്. n എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓർബിറ്റ് നമ്പർ ആണ് കേട്ടോ. n എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓർബിറ്റ് നമ്പർ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മുടെ ഇക്വേഷൻ ഏതാന്ന് പറഞ്ഞാ 2n² ആണ് അല്ലേ? ആദ്യം നമ്മൾ കെയിലെ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം 2 എന്ന് എഴുതുക. n എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പം നമുക്ക് ഒന്നാമത്തെ ഓർബിറ്റ് എന്ന് പറയുന്നത് K ആണ് അല്ലേ? ഒന്നാമത്തെ ഓർബിറ്റ് K ആണ്. ഇനി രണ്ടാമത്തെ ഓർബിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? L ആണ്. മൂന്നാമത്തെ ഓർബിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? M ആണ്. ഇനി നാലാമത്തെ ഓർബിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? M N ആണ് അല്ലേ? അപ്പോൾ എങ്ങനെ വരും എന്ന് പറഞ്ഞേ? എന്നിൻ്റെ സ്ഥാനത്ത് K ആയതുകൊണ്ട് എൻ്റെ സ്ഥാനത്ത് എത്ര കൊടുക്കുന്നത്? 1² എന്ന് കൊടുക്കണം. അപ്പോൾ എത്ര വരും? 2 × 1² 1 തന്നെയാണ്. അപ്പോൾ എത്രയാണ്? 2. അപ്പോൾ കെയിൽ ആകെ കൊള്ളുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്? 2 ആണ് കേട്ടോ. കെയിൽ ആകെ കൊള്ളുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം 2 ആണ്. നമുക്ക് നെക്സ്റ്റ് ഇത് മായ്ക്കാവേ. എന്നിട്ട് അടുത്താളെ ചെയ്യാം. നെക്സ്റ്റ് അടുത്ത ആളാരാ നോക്കിക്കേടാ? L ആണ് അല്ലേ? അപ്പോൾ എല്ലിൻ്റെ എങ്ങനെ വരും? ആദ്യ ഇക്വേഷൻ എഴുതുക. 2n² ആണ്. അപ്പോൾ എല്ലിൻ്റെ അല്ലേ ചെയ്യുന്നത്? അപ്പോൾ 2 × എന്നിൻ്റെ സ്ഥാനത്ത് എത്രയാണ് നമ്മൾ കൊടുക്കേണ്ടത്? എന്നിൻ്റെ സ്ഥാനത്ത് എത്രാമത്തെ ഷെല്ലാണ്? രണ്ടാമത്തെ ഷെല്ലാണ് അല്ലേ? അപ്പോൾ 2² എന്ന് വരും. അപ്പോൾ 2 × 2² 4 ആണ്. അപ്പോൾ എത്രയാ? 8 എന്ന് വരും കേട്ടോ. അപ്പോൾ എത്രയാണ്? 8 ആണ്. നെക്സ്റ്റ് അടുത്ത് എങ്ങനെ വരും എന്ന് പറഞ്ഞേ? 2 × 3² എന്ന് വരും അല്ലേ? 2 × എത്ര വരും? 3. മൂന്നാമത്തെ ഷെല്ലല്ലേ M? അപ്പോൾ 3². അപ്പോൾ എങ്ങനെ വരുന്നത്? 2 × 3² എത്രയാണ്? 9 ആണ് അല്ലേ? 9 × 2 എത്രയാണ്? 18. ശരിയല്ലേ? നെക്സ്റ്റ് അടുത്തത് എന്നിൻ്റെ എങ്ങനെ വരുന്നത്? ഒന്ന് പറഞ്ഞു നോക്കിക്കേ. N ഇക്വേഷൻ എന്താണ്? 2n² ആണ് അല്ലേ? അപ്പോൾ എങ്ങനെ എന്നിൻ്റെ എങ്ങനെ വരുന്നത്? പറഞ്ഞടാ. N ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? 2 × നാലാമത്തത് അല്ലേ? അപ്പം 4² എന്ന് വരും. അപ്പോൾ 2 × 4² എത്രയാണ്? 16 ആണ്. അപ്പോൾ ആൻസർ എത്രയാണ്? 32. അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കിക്കേടാ. കെയിൽ എത്ര ഇലക്ട്രോൺസ് കൊള്ളും? 2. എല്ലിലാണെങ്കിൽ 8, എമ്മിലാണെങ്കിൽ 18, ഇന്നിലാണെങ്കിൽ എത്രയാണ്? 32 കേട്ടോ. നെക്സ്റ്റ് അടുത്ത് നോക്കിയാലോ? പൊതുവെ താഴ്ന്ന ഊർജ്ജ നിലയിലുള്ള ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ നിറഞ്ഞ ശേഷം മാത്രമേ അടുത്ത ഊർജ്ജ നിലയിലേക്ക് ഓർബിറ്റിൽ ഇലക്ട്രോൺ പൂർണ്ണം നടക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ പറഞ്ഞു K, L, M, N എന്ന് പറയുന്ന ആൾക്കാരുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കെയിൽ എത്ര ഇലക്ട്രോണേ കൊള്ളുള്ളൂ? 2. ഇതിലെത്ര കൊള്ളുള്ളൂ? 8. എമ്മിൽ എത്ര കൊള്ളും? 18. ഇതിലെങ്ങനെയാണ്? 32. അപ്പോൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ
കെയിൽ 2 കൊണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് എല്ലിലോട്ട് എഴുതാൻ പറ്റുള്ളൂ. കെയിൽ കൊണ്ടതിന് ശേഷം മാത്രമേ ആരെടുക്കാൻ പറ്റുള്ളൂ? എല്ലിനെ എടുക്കാൻ പറ്റുള്ളൂ. എല്ലിൽ മാക്സിമം കംപ്ലീറ്റ് ആയി, എല്ലിൽ 8 കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ എങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ? എമ്മിലോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അതാണ് ഇവിടെ പറയുന്ന പോയിന്റ്. ഏതൊരു ഊർജത്തിന്റെയും ബാഹ്യ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണ്. അപ്പോൾ പരമാവധി എത്ര ഇലക്ട്രോൺസ് കൊള്ളാൻ പറ്റുള്ളൂ? 8 ഇലക്ട്രോൺസ് കൊള്ളാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി ഒരു ആറ്റത്തിന്റെ ഓർബിറ്റിൽ ഇലക്ട്രോണുകൾ നിറയുന്നത് രേഖപ്പെടുത്തുന്നതാണ് ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോണുകൾ നിറയുന്നത് നമ്മൾ എഴുതുന്നതാണ് എന്ത് വിന്യാസം എന്നറിയപ്പെടുന്നത്? ഇലക്ട്രോൺ വിന്യാസം എന്നറിയപ്പെടുന്നത് കേട്ടോ. എടാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രോൺ വിന്യാസം കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തത് ഹൈഡ്രജൻ ആണ്, കെയിൽ മാത്രം ഒരു ഇലക്ട്രോൺ ഉള്ളൂ അല്ലേ. ഇനി അടുത്തത് ആരാണ്? ഹീലിയം. ഹീലിയത്തിന് എത്ര ഉണ്ട്? ആറ്റോമിക് നമ്പർ 2 ആണ്. അപ്പം കെയുടെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും? 2 കൊള്ളൂ അല്ലേ. ലിഥിയം ആണെങ്കിൽ 3 ആണ്. അപ്പോൾ 3 ആകുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? കെയിൽ 2 കൊള്ളൂ, എല്ലിൽ 1 കൊള്ളൂ അല്ലേ. അടുത്തത് ബെറീലിയം. ബെറീലിയം ആകുമ്പോൾ കെയിൽ എത്ര കൊള്ളും? 2 കേട്ടോ. കെയിൽ 2 കൊള്ളും. പിന്നെ അടുത്തത് 4ൽ നിന്ന് 2 കുറച്ചാൽ മതി. അപ്പോൾ എത്ര കിട്ടും? 2 എന്ന് കിട്ടും. കിട്ടിയോ? നെക്സ്റ്റ് അടുത്തത് ഏതാണ്? ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ. ബോറോൺ എത്ര കൊള്ളും? ഇവിടെ 2 കൊള്ളും. ഇവിടെ എത്രയാണ്? 3. 5 ആയോടാ? 5 ആയി അല്ലേ. ഇനി അടുത്തത് കാർബൺ ആണ്. കാർബൺ ആകുമ്പോൾ എങ്ങനെ വരുന്നത്? ഇലക്ട്രോണിന്റെ എണ്ണം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ 1 ഇലക്ട്രോണ്, ഇവിടെ 2 ഇലക്ട്രോണ്, 3, 4, 5, 6, 7 അല്ലേ. ഇവിടെ നൈട്രജന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 7 ആണ് അല്ലേ. അപ്പോൾ എങ്ങനെ വരും എന്ന് പറഞ്ഞടാ? 7 അല്ലേ. അപ്പോൾ എങ്ങനെ വരും? 6 ആകുമ്പം 2, 4. ഓക്കെ. 7 ആകുമ്പോൾ എത്ര വരും? 2, 5 അല്ലേ. 8 ആകുമ്പോൾ എങ്ങനെ വരുന്നത്? 2, 6. കണ്ടോ? ആദ്യത്തിൽ എത്ര കൊള്ളുള്ളൂ? 2 മാത്രമേ കൊള്ളുള്ളൂ കേട്ടോ. അപ്പോൾ 2, 7 എന്ന് വരും. നെക്സ്റ്റ് അടുത്ത് എത്ര വരും? 2, 8 എന്ന് വരും കേട്ടോ. ഇനി അവിടെ കംപ്ലീറ്റ് ആയേ. ഇനി എല്ല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സെലക്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇനി എങ്ങനെ വരും? 11 ആകുമ്പോൾ 2, 8, 1 എന്ന് വരും. കണ്ടോ? ഇവിടെ 11, 12, ഇവിടെ 12, ഇവിടെ 10, ഇവിടെ 8 കേട്ടോ. 13. അപ്പോൾ എങ്ങനെയാ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ പറഞ്ഞേ? 2, പിന്നെ എത്രയാണ്? 8, 2, 8, 2 എന്ന് വരും അല്ലേ. ഞാൻ ഒന്നുകൂടെ അത് എടുത്ത് പറഞ്ഞുതരാം കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നെക്സ്റ്റ് ഇയറിലേക്ക് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പം ഇതൊന്ന് എന്ത് ചെയ്യാം? എടുത്ത് പറഞ്ഞു തരാം. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ എത്ര ഷെല്ലുകളാണുള്ളത്? കെ ഉണ്ട്, എൽ ഉണ്ട്, എം ഉണ്ട്, പിന്നെ ആരാളുള്ളത്? എൻ ആണുള്ളത്. കെയിൽ എത്ര ഇലക്ട്രോൺസ് കൊള്ളുള്ളൂ? 2. എല്ലിൽ 8 കൊള്ളും. എമ്മിൽ എത്ര കൊള്ളും? 18 കൊള്ളും. എന്നിൽ എത്ര കൊള്ളുന്നത്? 32 കൊള്ളുന്നത് അല്ലേ. എടാ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു മൂലകം അല്ലെങ്കിൽ ഒരു എലമെന്റ് തരികയാണ്. Mg12 എന്നാണ് തന്നിരിക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം നിങ്ങൾ കെ എഴുതുക. ആദ്യം നിങ്ങൾ ഏത് എഴുതുക? കെ എഴുതുക, എൽ എഴുതുക, എം എഴുതുക കേട്ടോ. ഇത്രയും നിർത്തുക. അപ്പോൾ എങ്ങനെ എഴുതുന്ന വെച്ചാൽ, കെയിൽ ആകെ എത്ര ഇലക്ട്രോൺ കൊള്ളുമെന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. കെയിൽ എത്ര കൊള്ളുള്ളൂ? 2 കൊള്ളുള്ളൂ. കെയിൽ എത്ര കൊള്ളുള്ളൂ? 2. ഈ നെക്സ്റ്റ് അടുത്തത് എല്ലാണ്. നെക്സ്റ്റ് ആര് കൊടുത്തേക്കുന്നത്? എല്ലാണ്. എൽ എത്ര ഇലക്ട്രോൺ കൊള്ളൂടാ? 8 കൊള്ളും. എത്ര കൊള്ളും? 8 കൊള്ളും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. നിങ്ങളുടെ അടുത്ത് 12 മുട്ടായി ഉണ്ട്. നിങ്ങളുടെ അടുത്ത് എത്ര മുട്ടായി ഉണ്ട്? 12 മുട്ടായി ഉണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അനിയൻ കാണാതിരിക്കാൻ വേണ്ടി ഈ മുട്ടായി ഒളിപ്പിക്കാൻ പോവാണ്. ഈ മുട്ടായി എന്ത് ചെയ്യാൻ പോവാണ്? ഒളിപ്പിക്കാൻ പോവാണ്. അങ്ങനെ നിങ്ങളുടെ കയ്യിൽ കെ എന്ന് പറയുന്ന ഒരു പെട്ടിയുണ്ട്. ഏതാ പെട്ടിയുള്ളത്? കെ. ആ പെട്ടിയിൽ എത്ര മുട്ടായി മാത്രമേ കൊള്ളുള്ളൂ? 2 മുട്ടായിയേ കൊള്ളുള്ളൂ. എത്ര മുട്ടായിയേ കൊള്ളുള്ളൂ? 2 മുട്ടായി. അപ്പം നിങ്ങൾക്ക് ഈ പെട്ടിയിൽ മുട്ടായി നിറച്ച ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അടുത്ത പെട്ടി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഒന്നാമത്തെ പെട്ടിയിൽ നിങ്ങൾ എത്ര മുട്ടായി നിറച്ചു? 2 മുട്ടായി നിറച്ചു. ഇനി രണ്ടാമത്തെ ഷെല്ല് ഏതാടാ? എല്ലാണ് കേട്ടോ. എല്ലിൽ എത്ര മുട്ടായി കൊള്ളും? 8 മുട്ടായി കൊള്ളൂ അല്ലേ. എത്ര മുട്ടായി കൊള്ളും? 8 മുട്ടായി. അപ്പോൾ 8 2 എത്രയായി? 10 ഇനി നിങ്ങളെ ബാക്കി എത്ര മുട്ടായി കൂടെ ഉണ്ട്? 2 മുട്ടായി കൂടെ ഉണ്ട് അല്ലേ. ബാക്കി എത്ര മുട്ടായി കൂടെ ഉണ്ട്? 2. ആ 2 മുട്ടായി ഏത് പെട്ടി കൊണ്ടിടണം? എമ്മിൽ കൊണ്ടിടണം. പിടികിട്ടിയോ? അപ്പോൾ എഴുതുമ്പോൾ കൂടുതൽ ആൾക്കാരൊന്നും നിങ്ങൾ ചേർക്കണ്ട. കറക്റ്റ് നമ്പേഴ്സായിട്ട് ചേർത്ത് പോയാൽ മതി കേട്ടോ. ബാക്കി പൂരിപ്പിക്കാൻ പറ്റില്ലേ? അടുത്ത എത്ര വരും? 2, 8, 4 എന്ന് വരും. നെക്സ്റ്റ് അടുത്ത എത്രയാണ്? 2, 8, 5. നെക്സ്റ്റ് അടുത്ത 2, 8, 6. നെക്സ്റ്റ് 2, 8, 7 കേട്ടോ. ഇത് പീരിയോഡിക് ടേബിളിൽ 1 മുതൽ 18 വരെയുള്ള മൂലകങ്ങളെയാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് അടുത്ത് നോക്കിയാലോ. ഇനി എന്താണ്?
ആറ്റോമിക് നമ്പർ 18 കൂടുതലുള്ള മൂലങ്ങളെ നമുക്ക് എവിടെ പരിചയപ്പെടാം? 10 പരിചയപ്പെടാം കേട്ടോ. നെക്സ്റ്റ് എടുത്ത് നോക്കിയാലടാ, ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം ചിത്രീകരണം. ഇവിടെ ഒരു ചിത്രീകരണം ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹൈഡ്രജൻ ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 1 ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 1 അപ്പം എന്താണ്? ഇത് സിമ്പിൾ ആണ് കേട്ടോ. ഹൈഡ്രജന്റെ ഇലക്ട്രോൺ 1, പ്രോട്ടോൺ 1, എന്താണ് ഇലക്ട്രോൺ, പ്രോട്ടോൺ 1, ന്യൂട്രോൺ എന്ന് പറയുന്നത് 0 ആയിരിക്കും കേട്ടോ. അപ്പുറം നിങ്ങൾ ചെയ്താൽ മതി. അപ്പുറത്ത് നമ്മുടെ ടേബിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആറ്റോമിക് നമ്പർ 5 നമ്പർ 11 ബോറോണിന്റെ ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം ശ്രദ്ധിക്കുക. ഇനി നെക്സ്റ്റ് അടുത്ത് ഞാൻ പറയുന്നത് നന്നായിട്ട് ശ്രദ്ധിച്ചോ കേട്ടോ. നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. വരയ്ക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഓർബിറ്റ് വരയ്ക്കുക എന്നാണ് പഠിക്കുന്നത് കേട്ടോ. AL 13 എടുത്തിരിക്കുന്നത്. AL എത്രയാണ്? 13 കേട്ടോ. AL 13. ആദ്യം ഇതിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതി നോക്കുക. എങ്ങനെയാണ്? Kയിൽ എത്ര മുട്ടായി കൊള്ളും? നിങ്ങളുടെ 13 മുട്ടായി ഉണ്ട്. Kയിൽ 2 എണ്ണം. ഇനി Lൽ എത്ര കൊള്ളും? 8. അപ്പൊ 8 2 10. ഇനി Mൽ എത്ര കൂടെ കൊള്ളിച്ചാൽ മതി? 3 എണ്ണം കൊള്ളിച്ചാൽ മതി അല്ലേ? 13 ആയോടാ? 13 ആയി അല്ലേ? ഇനി നെക്സ്റ്റ് ആദ്യം നടുക്ക് നമ്മളൊരു വട്ടം വരയ്ക്കുന്നു. നടുക്ക് നമ്മൾ എന്ത് വരയ്ക്കുന്നു? വട്ടം. അപ്പം ഇതിന്റെ ബോർ മോഡൽ വരയ്ക്കാൻ വേണ്ടി എക്സാമിന് ചോദിക്കും കേട്ടോ. അത് വരയ്ക്കലാണ് നെക്സ്റ്റ് പരിപാടി കേട്ടോ. അപ്പം ബോർ മോഡല് എങ്ങനെയാണ്? ഒരു ആറ്റത്തിന്റെ ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം നൽകിയിരിക്കുന്നു. അപ്പൊ ഇതിന്റെ ചിത്രീകരണം വരയ്ക്കാനാണ് നിങ്ങളോട് പറയാം കേട്ടോ. അപ്പൊ ആ ഒരു ചിത്രീകരണമാണ് കൊടുത്തിരിക്കുന്നത്. എടാ ഇതിൽ എത്ര പ്രോട്ടോൺ ആണ് ഉള്ളത്? ഒന്ന് എണ്ണി നോക്കിക്കേ. 13 പ്രോട്ടോൺ ഉണ്ട് അല്ലെ? എത്ര പ്രോട്ടോൺ ഉണ്ട്? 13 പ്രോട്ടോൺ ഉണ്ട്. ഇനി നെക്സ്റ്റ് അടുത്തത് 27 ആണ് അല്ലെ? അപ്പൊ 27 ആകുമ്പം എത്ര ന്യൂട്രോൺ ആണുള്ളത്? 4 4 1 അല്ലേ? 14 ന്യൂട്രോൺ ഉണ്ട് അല്ലേ? 14 എന്തുണ്ട്? ന്യൂട്രോൺ ഉണ്ട്. ആദ്യം ഇത് ഉള്ളിൽ എഴുതുക. അത് കഴിഞ്ഞിട്ട് ഒരു വൃത്തം വരയ്ക്കുക. കണ്ടോ? ഒരു വൃത്തം വരച്ചിട്ട് അത് K ആണ് അല്ലേ? Kയിൽ എത്ര ഇലക്ട്രോൺസ് ആണുള്ളത്? 2. അപ്പൊ 2 ഡോട്ട് ഇട്ട് കൊടുക്കുക. 2 ഇങ്ങനെ 2 2 ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി അടുത്തത് Lൽ എത്ര ഉള്ളത്? 8 എണ്ണം. അപ്പൊ വീണ്ടും ഒരു വൃത്തം കൂടെ വരയ്ക്കുക. Lൽ എത്ര ഉണ്ട്? 8 എണ്ണം. അപ്പൊ എങ്ങനെ വരയ്ക്കുന്നത്? 1 2 3 4 5 6 7 8. കണ്ടോ? ഇനി നെക്സ്റ്റ് അടുത്ത ആരെ വരയ്ക്കണം? അടുത്തത് നമുക്ക് ആരെ വരയ്ക്കണം? 8 എണ്ണം ആയോ എന്ന് എണ്ണി നോക്കണം കേട്ടോ. നെക്സ്റ്റ് അടുത്ത ആരാണ്? എമ്മിന്. അപ്പോൾ ഒരു വൃത്തം കൂടെ വരയ്ക്കാം. എമ്മിൽ എത്ര എണ്ണമുള്ളത്? 3 എണ്ണം മതി അല്ലേ? അപ്പോൾ 1 2 3. കണ്ടോ? സിമ്പിൾ അല്ലേ? അപ്പോൾ 3 പേരെയും വരച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വരയ്ക്കാനേ. ഓക്കെ, അവിടെ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളോട് 1 മുതൽ 18 വരെയുള്ള മൂലകങ്ങളുടെ ആറ്റോമിക് നമ്പർ, പ്രോട്ടോണുകളുടെ എണ്ണം, ഇലക്ട്രോണിന്റെ എണ്ണം മൊത്തം കണ്ടുപിടിച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് അടുത്ത് എന്താണ്? ഐസോടോപ്പുകളാണ് കേട്ടോ. എന്താണ്? ഐസോടോപ്പുകൾ. അപ്പോൾ എന്താണ് ഐസോടോപ്പുകൾ എന്ന് നോക്കിയാലോ? ഐസോടോപ്പുകൾ പ്രോട്ടിയം എന്ന് വെച്ചാൽ ഹൈഡ്രജന്റെ ഐസോടോപ്പാണ് കേട്ടോ. അപ്പോൾ ഐസോടോപ്പിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആറ്റോമിക് നമ്പർ സെയിമും മാസ് നമ്പർ ഡിഫറൻറ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം എന്താണ് ഐസോടോപ്പ് എന്ന് മനസ്സിലാക്കണേ. അപ്പോൾ എന്താണ്? ആറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും. ആറ്റോമിക് നമ്പർ എന്തായിരിക്കും? സെയിം. ആറ്റോമിക് നമ്പർ തുല്യവും മാസ് നമ്പർ വ്യത്യസ്തവുമായിരിക്കും കേട്ടോ. മാസ് നമ്പർ എന്താണ്? വ്യത്യസ്തം അല്ലെങ്കിൽ ഡിഫറൻ്റ് ആയിരിക്കും. മാസ് നമ്പർ വ്യത്യസ്തം അല്ലെങ്കിൽ എന്താണ്? ഡിഫറൻ്റ് ആയിരിക്കും കേട്ടോ. അപ്പം നോക്കിക്കേടാ, ഇവിടെ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം ഒക്കെ ഹൈഡ്രജന്റെ ഐസോടോപ്പുകളാണ് കേട്ടോ. ആറ് ഐസോടോപ്പുകളാണ്? ഹൈഡ്രജന്റെ ഐസോടോപ്പുകളാണ്. ഓക്കെ, അപ്പം നോക്കിയാലോ, ഹൈഡ്രജന്റെ ഐസോടോപ്പുകളാണ് കേട്ടോ. അപ്പം എന്താണ്? പ്രോട്ടോണിന്റെ എണ്ണം എത്രയാണ്? 1. ന്യൂട്രോൺ എത്രയാണ്? 0 ആണ് അല്ലേ? ഇലക്ട്രോൺ വീണ്ടും 1. ആറ്റോമിക് നമ്പർ 1. പിന്നെ മാസ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? മാസ് നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 1 ആണ് അല്ലേ? ഇനി ഡ്യൂട്ടീരിയം ആണെങ്കിൽ എത്രയാടാ? പ്രോട്ടോൺ 1, ന്യൂട്രോൺ 1, ഇലക്ട്രോൺ 1. ആറ്റോമിക് നമ്പർ എത്രയാണ്? 1 ആണ്. ഇനി മാസ് നമ്പർ 2 ആണ് കേട്ടോ. ഇനി ട്രിഷ്യം ആണെങ്കിൽ എത്രയാണ്? 1 1. പിന്നെ എത്രയാണ്? 1. ന്യൂട്രോൺ 2 ആണ് കേട്ടോ. 1. ഇലക്ട്രോൺ 1. ആറ്റോമിക് നമ്പർ എത്രയാണ്? 1. പിന്നെ ട്രിഷ്യത്തിന്റെ മാസ് നമ്പർ എത്രയാണ്? 3. ഇത് എവിടെ നോക്കി എഴുതിയെന്ന് വെച്ചാൽ ഇതാ ഇവിടെ മുകളിൽ കിടപ്പുണ്ട് കേട്ടോ. ഇതാ പ്രോട്ടിയത്തിന്റെ പ്രോട്ടോൺ എന്ന് പറയുന്നത് ആറ്റോമിക് നമ്പർ ആണ്. അപ്പോൾ പ്രോട്ടോണിന്റെ സ്ഥാനത്ത് ഞാൻ 1 എഴുതി. ന്യൂട്രോൺ എന്ന് പറയുന്നത് ഏതാണ്? ഇത് രണ്ടും കൂടെ കുറച്ചാൽ കിട്ടുന്ന സംഖ്യയാണ് അല്ലേ? അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 0. അവിടെ കൊടുത്തിട്ടുണ്ട് മുകളിൽ പിക്ചറിൽ 0 ഇതുണ്ടോ? പിക്ചറിൽ 0 എന്ന് കൊടുത്തേക്കുന്നുണ്ടോ? ഇനി ഇലക്ട്രോൺ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ആറ്റോമിക് നമ്പർ തന്നെയാണ് ഇലക്ട്രോൺ. ആറ്റോമിക് നമ്പർ തന്നെ. മാസ് നമ്പർ എന്ന് പറയുന്നത് ഈ മുകളിൽ കിടക്കുന്ന നമ്പറാണ്. അത് 1 ആണ്. നെക്സ്റ്റ് അടുത്ത ഏതാണ്? ഡ്യൂട്ടീരിയത്തിന്റെ ആണ് അല്ലേ? ഡ്യൂട്ടീരിയത്തിന്റെ എന്താണ്? പ്രോട്ടോൺ എത്രയാണ്?
ആറ്റോമിക് നമ്പറാണ് പ്രോട്ടോൺ. അപ്പോൾ പ്രോട്ടോൺ എഴുതി. ന്യൂട്രോൺ ഇതാ ഇവിടെ 1 എന്ന് കിടപ്പുണ്ട്, ആ 1 കൊടുത്തു. ഇനി ഇലക്ട്രോൺ എന്താണ്? ഇലക്ട്രോൺ പ്രോട്ടോണിൻ്റെ എണ്ണം തന്നെയാണ് ഇലക്ട്രോൺ, അത് എഴുതി. ആറ്റോമിക് നമ്പർ എഴുതി. മാസ് നമ്പർ എന്ന് പറയുന്നത് മുകളിൽ കിടക്കുന്നത് 2 ആണ്, 2 എഴുതി. ഓക്കെ, കണ്ടോടാ. നെക്സ്റ്റ് അടുത്ത് എങ്ങനെ വരും? പ്രോട്ടോൺ 1, അതുണ്ടോ പ്രോട്ടോൺ 1. പിന്നെ ന്യൂട്രോൺ എത്രയാണ്? ന്യൂട്രോൺ 2 ആണ്. ന്യൂട്രോൺ അത് അവിടെ കൊടുത്തിട്ടുണ്ട്, ന്യൂട്രോൺ 2 ആണ്. ഇനി ഇലക്ട്രോൺ 1, ആറ്റോമിക് നമ്പർ 1, പിന്നെ മാസ് നമ്പർ എത്രയാണ്? 3 ആണ്. ഈ ആറ്റങ്ങളുടെ ആറ്റോമിക് നമ്പർ എത്രയാണ്? എത്രയാണ് നിങ്ങൾ തന്നെ പറഞ്ഞേ? ആറ്റോമിക് നമ്പർ എത്രയാണ്? 1 ആണ് അല്ലേ? ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. ആറ്റോമിക് നമ്പർ 1 ഉള്ള മൂലകം ഏതാണ്? ഏതാണ് ആറ്റോമിക് നമ്പർ 1 ഉള്ള മൂലകം? ഏതാണ്? ഹൈഡ്രജൻ ആണ് കേട്ടോ. എങ്കിൽ ഇവ മൂന്നും ഹൈഡ്രജൻ ആറ്റങ്ങളാണല്ലോ. ഈ ആറ്റങ്ങൾ തമ്മിൽ ഏത് ഗണത്തിലെ എണ്ണത്തിലാണ് വ്യത്യാസം? ഏത് ഗണത്തിലെ എണ്ണത്തിലാണ് വ്യത്യാസം? ന്യൂട്രോണിന്റെ എണ്ണത്തിനാണ് വ്യത്യാസം അല്ലേ? എന്തിന്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്? ന്യൂട്രോണിന്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. നെക്സ്റ്റ് അടുത്ത് എന്താണ്? ഇവയുടെ മാസ് നമ്പർ ഒരുപോലെയാണോ? അല്ല. മാസ് നമ്പർ ഒരുപോലെയാണോ? അല്ല. ഇവയിൽ ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത ആറ്റം ഏത്? ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത ആറ്റം ഏതാണ്? പ്രോട്ടിയം ആണ് അല്ലേ? ഏതാണ്? പ്രോട്ടിയം ആണ് കേട്ടോ. അപ്പൊ ഇവിടെ എഴുതി വെക്കണേ, ഏതാണ്? പ്രോട്ടിയം. ഓക്കെ, നെക്സ്റ്റ് അടുത്തതിലേക്ക് പോയാലോ. അടുത്ത എന്താ പറയുന്നത്? എന്താണ് ഐസോട്ടോപ്പുകൾ എന്ന് പറയുന്നത് കേട്ടോ? ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് നമ്മൾ ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ് ആറ്റോമിക നമ്പർ എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഹൈഡ്രജന്റെ 3 ഐസോട്ടോപ്പുകൾ നമ്മൾ പഠിച്ചല്ലോ. ആറ്റോമിക നമ്പർ സെയിം ആയിരിക്കും, മാസ് നമ്പർ എന്താണ്? ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ. ഇനി നെക്സ്റ്റ്, ഐസോട്ടോപ്പുകൾ ഒരേ സ്വഭാവ ഗുണം കാണിക്കുന്നു, എന്നാൽ ഭൗതിക സ്വഭാവം വ്യത്യസ്തമായിരിക്കും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകൾ ഏതൊക്കെയാണ്? ഘനജലം ഹൈഡ്രജന്റെ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയത്തിന്റെ ഓക്സൈഡ് ആണ്. അപ്പൊ ഘനജലത്തിന് ഏതാ ഉപയോഗിക്കുന്നത്? ഡ്യൂട്ടീരിയം ആണ് കേട്ടോ. എന്നാൽ ഇത് എവിടെ ഉപയോഗിക്കുന്നു? ആണവ നിലയങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് അടുത്ത് വേറൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിച്ചേ. ഇതിൽ പ്രോട്ടോൺ എത്രയാണ്? 6 ആണ്. പ്രോട്ടോൺ എത്രയാടാ? 6 ആണ് അല്ലേ? എവിടുന്ന് പ്രോട്ടോൺ കിട്ടിയത്? അവിടെ 6 കിടപ്പുണ്ട്. ഇലക്ട്രോൺ 6 ആണ്. ന്യൂട്രോൺ എത്രയാണ് നോക്കിക്കേ? അതും 6 ആണ് അല്ലേ? നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേടാ, പ്രോട്ടോൺ 6, ഇലക്ട്രോൺ 6, ന്യൂട്രോൺ എത്രയാണ്? 7 ആണ് അല്ലേ? നെക്സ്റ്റ് എത്ര വരും? 6, 6, 8 അല്ലേ? അപ്പം ഇവിടെ കാർബണിന്റെ പ്രകൃതിദത്ത ഐസോട്ടോപ്പുകളാണ് കാർബൺ 12, 13, 14 എന്ന് പറയുന്നത് കേട്ടോ. കാർബൺ 12 ഏറ്റവും സ്ഥിരതയുള്ളതും ലഭ്യത കൂടുതലുമായ കാർബണിന്റെ ഐസോട്ടോപ്പാണ്. അപ്പൊ ഏതാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന? ഏതാണ്? കാർബൺ 12 ആണ് കേട്ടോ. നെക്സ്റ്റ്, കാർബണിന്റെ ആകെ ഐസോട്ടോപ്പുകൾ ഏകദേശം 1.1% മാത്രമാണ് കാർബൺ 13. ഇത് സസ്യങ്ങളിലും ജന്തുക്കളിലും നടക്കുന്ന ജീവൽ പ്രവർത്തനത്തെ കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്നു. അപ്പൊ ഒന്ന് നോക്കി വെക്കണം കേട്ടോ. കാർബൺ 13 എന്ന് പറയുന്നത് സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ജീവൽ പ്രവർത്തനങ്ങൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. കാർബൺ 14 എന്താണ്? ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ്. അപ്പൊ ഇത് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കലുണ്ട് കേട്ടോ. ഇനി വേറെ ഐസോട്ടോപ്പുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏതാ നോക്കിക്കേ? അയഡിൻ 131 തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിനും പഠനത്തിനും ചികിത്സയ്ക്കുമായിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ അടുത്ത ഏതാണ്? യുറേനിയം 235 ആണവ നിലയങ്ങളുടെ ഇന്ധനമാണ് കേട്ടോ. ഇനി കൊബാൾട്ട് 16 എന്താണ്? ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു. സോഡിയം 24 എന്താണ്? വ്യവസായിക പൈപ്പ് ലൈനുകളുടെ ചോർച്ച കണ്ടെത്താൻ. അയൺ 15 ആണ് കേട്ടോ. 59 അനീമിയ നിർണ്ണയിക്കാനും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. എടാ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കലുണ്ട്, എക്സാമിന് എടുത്തെടുത്ത് ചോദിക്കലുണ്ട്. എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്ന് ചോദിക്കലുണ്ട്. അടുത്തത് ഐസോബാർ ആണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ഏതാണ്? ഐസോബാർ. എടാ എന്തായിരുന്നു അത് ഒരു ഐസോടോപ്പുകൾ നമ്മൾ പറഞ്ഞു അല്ലേ? പിന്നെ എന്താണ്? ഐസോടോപ്പുകൾ പറഞ്ഞു. നെക്സ്റ്റ് അടുത്ത് നമ്മൾ ഏതാ പറഞ്ഞത്? ഐസോടോപ്പുകളുടെ വേറെ ചിലതിന് നമ്മൾ എന്ത് ചെയ്തു? പരിചയപ്പെട്ടു അല്ലേ? നെക്സ്റ്റ് അടുത്ത് നമ്മൾ ഏതാണ്? ഐസോബാറുകളെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഇതിനെ കുറിച്ചാണ് പറയുന്നത്? ഐസോബാർ. ആർഗൺ, പൊട്ടാസ്യം, കാൽസ്യം എന്നീ ആറ്റങ്ങൾ ഓർബിറ്റിൽ ഇലക്ട്രോൺ വിന്യാസം താഴെ നൽകിയിരിക്കുന്നു. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കാനാണ് പറഞ്ഞത്. ഏതൊക്കെയാണ്? ആർഗൺ ഉണ്ട്, പിന്നെ ഏതാണ്? ആർഗണും പിന്നെ കെ എന്ന് വെച്ചാൽ ഏതാണ്? പൊട്ടാസ്യം ആണ് കേട്ടോ. പിന്നെ ഏതാണ്? കാൽസ്യവും. അതിൻ്റെ ഒന്ന് ശ്രദ്ധിക്കാനാണ്. ആദ്യം ആർഗണാണ്. ആർഗൺ എന്ന് പറയുന്നത് ഒന്നാമത് എടുക്കുന്നത് കേട്ടോടാ. ആർഗണിന്റെ പ്രോട്ടോൺ എത്രയാണ്? 18. അപ്പോൾ ഇലക്ട്രോണും എത്ര തന്നെയായിരിക്കും? 18. ഇനി അടുത്തത് 40 നിന്ന് 18 കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും? 40 നിന്ന് 18 കുറച്ചാൽ എത്രയാണ്?
20 22 എന്ന് കിട്ടും അല്ലേ. 22 ആറ്റോമിക് നമ്പർ എത്രയാടാ? 18 മാസ് നമ്പർ 40 അല്ലേ. ശരിയല്ലേടാ. നെക്സ്റ്റ് അടുത്തത് കെ 19 അല്ലേ. കെ എന്ന് വെച്ചാൽ എന്താണ്? പൊട്ടാസ്യം ആണ്. അപ്പോൾ 19 ആറ്റോമിക് നമ്പർ. ഇലക്ട്രോൺ 19 നെക്സ്റ്റ് അടുത്തത് എന്തിൻ്റെ എണ്ണമാണ് നമുക്ക് അറിയേണ്ടത്? ന്യൂട്രോണിൻ്റെ എണ്ണം അല്ലേ. 40 നിന്ന് എത്ര കുറച്ചാൽ മതി? 19 കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ 20 30 40 അപ്പോൾ എത്ര വരും? 21 എന്ന് വരും അല്ലേ. ആറ്റോമിക് നമ്പർ 19 മാസ് നമ്പർ എത്രയാടാ? 40 തന്നെയാണ് അല്ലേ. ഇനി അടുത്ത് നോക്കിക്കേടാ. കാൽസ്യത്തിൻ്റെ എത്രയാണ്? പ്രോട്ടോൺ 20 ഇലക്ട്രോൺ 20 ന്യൂട്രോൺ 20 ആറ്റോമിക് നമ്പർ 20 മാസ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 40 എടാ ഇവിടെ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചേടാ. ഇവിടെ എന്തിനാണ് വ്യത്യാസം? ആറ്റോമിക് നമ്പർ വ്യത്യസ്തമാണ്, മാസ് നമ്പർ എന്താണ്? സെയിം ആണ് അല്ലേ. ആറ്റോമിക് നമ്പർ വ്യത്യസ്തവും മാസ് നമ്പർ എന്താണ്? സെയിമുമാണ്. ഇതിനെയാണ് നമ്മൾ ഐസോബാർസ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഐസോബാറുകൾ. ഈ ഒരു മൂലകത്തിന്റെ മാസ് നമ്പറിന്റെ പ്രത്യേകത എന്താണ്? മാസ് നമ്പർ വ്യത്യസ്തമാണ് അല്ലെ. എന്താണ്? വ്യത്യസ്തമാണ്. മാസ് നമ്പർ വ്യത്യസ്തമാണ്. നെക്സ്റ്റ് ആറ്റോമിക് നമ്പർ ആണെങ്കിൽ എന്താണ്? അല്ല, മാസ് നമ്പർ എന്താണ്? സെയിം അല്ലടാ. മാസ് നമ്പർ സെയിം ആണേ. മാസ് നമ്പർ സെയിം, സോറി കേട്ടോ. മാസ് നമ്പർ സെയിം, നമ്പർ സെയിം. ആറ്റോമിക് നമ്പർ എന്താണ്? വ്യത്യസ്തമാണ് കേട്ടോ. മാസ് നമ്പർ സെയിം, തുല്യമാണ്. ആറ്റോമിക് നമ്പർ എന്താണ്? വ്യത്യസ്തമാണ്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക് നമ്പറും ഉള്ള, മാസ് നമ്പർ സെയിം ആയിരിക്കും, ആറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? ഐസോബാറുകൾ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. എന്താ വിളിക്കുന്നത്? ഐസോബാറുകൾ. ഇവ ന്യൂക്ലിയസിലെ ആകെ കണങ്ങളുടെ എണ്ണത്തിന് തുല്യമായ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റമായിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇനി ഐസോടോണുകൾ ഒന്ന് നോക്കണേ. ന്യൂട്രോണുകളുടെ എണ്ണത്തിൽ ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. എന്തിൻ്റെ എണ്ണത്തിൽ ഡിഫറൻസ് ഉണ്ടാവും? ന്യൂട്രോണുകളുടെ എണ്ണത്തിൽ എന്തുണ്ടാവും? ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് റിവേഴ്സ് ചെയ്ത് പഠിക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. മിസ് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു. പിന്നെ ഒരു കാര്യം മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തുകയും വേണം കേട്ടോ. ഓക്കെ, താങ്ക് യു.